ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. വളരെ ഗൗരവവും അതുപോലെ തന്നെ വളരെ സജീവമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ, അതേപോലെ തന്നെ മാതൃഭൂമി സംഘടിപ്പിച്ചതും അല്ലാത്തതുമായ ചർച്ചകളിൽ പങ്കെടുത്തു. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ച് വളരെ ഗൗരവമായിട്ട് പല ചർച്ചകളും നല്ലതായിരുന്നു, എങ്കിലും വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്ത് തന്നെയാണ് ഇതെനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല ചർച്ച ഇതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിനി ഈ പറഞ്ഞ നിങ്ങൾ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഉന്നയിച്ച ചില സംശയങ്ങൾക്കുള്ള മറുപടി പറയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ അതിൽ സജിത്ലാൽ പറഞ്ഞ ഒരു കാര്യം, ഈ ഒടി സാധാരണ അത് കാടിവെള്ളം, അതായത് കാടിവെള്ളത്തിൽ ചൂല് മുക്കി അടിക്കുമ്പോഴാണ് മറ്റേതായിട്ട് മാറുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് കാരി ഉരുക്കലുടെ കഥയിലുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന മിത്തിക്കലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ കുറേ നാടൻ കഥകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇത് കാരികുരുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂർ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു മിത്തിക്കലായിട്ടുള്ള ഒരു സ്റ്റോറിയെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കാരികുരുക്കളുടെ കഥ വെച്ചിട്ടാണ് നമ്മുടെ എൻ പ്രഭാകരൻ മറ്റേ പുലിജന്മം എന്ന് പറയുന്ന കഥ നാടകം എഴുതുന്നത്. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ നാടുവാഴിക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ ആ നാടുവാഴിയുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രമേ ആ നാട്ടിലുള്ളൂ, അത് കാരിയാണ്. കാരി എന്ന് പറഞ്ഞാൽ അധകൃതനായ ഒരാളാണ് ഈ കാരി. പക്ഷെ ആയോധന കലയിലും അതുപോലെ തന്നെ സകല കലകളിലും പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു. പക്ഷെ അയാളെ കൊണ്ടുവരാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കുന്നില്ല. കാരണം ഒരു അധകൃതൻ എന്ത് ചെയ്യണ്ട, ഈ രാജ്യത്തെ രക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിനുള്ള സകല ശ്രമങ്ങളും വേറെ രീതിയിലുള്ള മാർഗങ്ങൾ ആരായുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഈ പുലിയായിട്ട് പോയിട്ട് പുലിജടയും പുലിപ്പാലും എടുത്ത് വന്ന് അതിൽ നിന്നുണ്ടാക്കുന്ന ഔഷധം കൊണ്ട് മാത്രമേ എന്ത് സംഭവിക്കൂ, ഈ പറയുന്ന ഈ നാടുവാഴിയുടെ ഭ്രാന്ത് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ പുലി മറിയാൻ വേണ്ടി, അത് ഒടിയല്ല, അത് പുലിമറയലാണ്. ആ പുലിമറയിൽ വിദ്യ, ഒടിയോട് സാമ്യം ഉണ്ടാവും, പക്ഷെ അത് ഒടി വിദ്യയല്ല. പുലിമറയിൽ വിദ്യ അറിയുന്ന ഒരാള് കാരിയാണെന്ന് പറയുന്നു. അങ്ങനെ കാരിയുടെ അടുത്തേക്ക് പോവുകയും കാരി പറഞ്ഞ് വരാൻ പറ്റില്ല എന്ന് പറയും. കാരി ഒരു രാജാവ് വിളിച്ചിട്ട് രാജാവിനോട് പോയി പണി നോക്കാൻ വേണ്ടി പറ എന്ന് പറയും. എനിക്ക് അയാളുടെ ഭ്രാന്ത് മാറ്റണം എന്നല്ല പറയും. നിങ്ങളുടെ നാട് അയാളെ കൊണ്ട് മുടിയും. രാജാവിന്റെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറെ രാജാക്കന്മാർക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുറെ ആൾക്കാർക്ക് ഭ്രാന്തുണ്ട്. അപ്പോൾ ആ ഭ്രാന്താണ് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഓരോ നേരത്തെ പറഞ്ഞ പോലെ പെട്രോളിന്റെ വിലയും മറിച്ചതായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭ്രാന്ത് മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന്, ഞാൻ വരില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ അവർ അവസാനം കേണ് അപേക്ഷിക്കുകയാണ്. അപേക്ഷിക്കുന്ന സമയത്ത് ആണ് കാരി പോയിട്ട് കസേരയുടെ മുകളിൽ കാലിന്റെ മുകളിൽ കാലെടുത്ത് വെച്ചിട്ടാണ് രാജാവിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. രാജാവിന്റെ ഭ്രാന്താണ് എങ്കിലും രാജാവിന്റെ മറ്റു ആൾക്കാരുടെ ആ വലിയ സവർണറുടെ മുമ്പിൽ പോയിട്ട് ഇരുന്നിട്ട് പറയും, ഈ രാജ്യത്തിന്റെ പകുതി തരുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാന്ന് പറയും. അങ്ങനെയാണ് കാരിക്ക് പകുതി കൊടുക്കാന്ന് പറയും. രാജ്യത്തിന്റെ പകുതി കൊടുക്കാന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കാരി കാട്ടിലേക്ക് പോകുന്നത്. കാട്ടിലേക്ക് പോയിട്ട് പോകുമ്പോൾ വെള്ളച്ചയോട് പറഞ്ഞിട്ട്, ഭാര്യ വെള്ളച്ചയോട് പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പുലിയായിട്ടാണ് വരുന്നത്. അത് പുലി വെച്ച് കടുവയായിട്ടാണ് വരുന്നത്. ആ കടുവയായിട്ട് അതിന്റെ ഭീകരത മുഴുവൻ ഉണ്ടാവും, നിനക്ക് പേടിയാവും. പക്ഷെ നീ ഒരിക്കലും പേടിക്കരുത്, അത് ഞാനാണ്. അപ്പം നീ വരുന്ന സമയത്ത് കാടിവെള്ളത്തിൽ നീ ചൂല് മുക്കിയിട്ട് നീ എന്നെ അടിക്കുമ്പോൾ മാത്രമേ എനിക്ക് ഒരു പൂർവ്വരൂപം എനിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറയും. അവിടെ എല്ലാം സമ്മതിക്കും. പക്ഷെ ഇയാള് തിരിച്ച് വന്ന് ഇയാളുടെ ഭീകരമായ രൂപം കാണുന്ന സമയത്ത് ഇയാൾ പുലിയായിട്ട് പോയിട്ട് പുലികൾക്കിടയിലേക്ക് പോയിട്ട് അതിൽ നിന്നൊരു പുലിപ്പല്ലും പുലിജടയും പഠിച്ചിട്ടാണ് പുലി വരുന്നത്. അപ്പൊ ഇതിന് വേണം ഒരു അയ്യപ്പന്റെ കഥയായിട്ട് സമയം ഉണ്ടാവാം. അപ്പൊ നമുക്ക് മിത്ത് അങ്ങനെയാണ് പോകുന്നത്, ഒന്നിനോട് ഒന്ന് കണക്ട് ചെയ്തിട്ടാണ് മിത്ത് പോകുന്നത്. അപ്പൊ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇവള് ഭയന്നിട്ട് ഇവള് ഓടി വീട്ടിനകത്ത് കയറി വാതിലടക്കാം. വീട്ടിനകത്തല്ല, ഇവള് ഓടുന്ന സമയത്ത് ഇയാൾക്ക് ആകെ പ്രശ്നമായി. കാരണം ഇയാൾക്ക് ഒരിക്കലും പൂർവ്വരൂപത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. രാജാവ് രക്ഷപ്പെടുകയും ചെയ്യും, പക്ഷെ ഇതിൽ പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് നേരെ പോയിട്ട് വെള്ളച്ചിയുടെ തല കടിച്ചെടുത്തിട്ട് ആ തലയുമായിട്ട് ഇയാൾ കാട്ടിലേക്ക് പോകുന്നതാണ് അതിന്റെ കഥ. അപ്പൊ അവിടെയാണ് കാടിവെള്ളം ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ
ഒടിയനെ കുറിച്ചിട്ട് നമ്മുടെ ഇതിലൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ 19-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ഒടിയനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പറയുന്നത്. അത് ആ 19-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം വലിയ പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിനകത്തുണ്ട്. അപ്പൊ അതില് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അത് 2 പേജിലായിട്ട് മാത്രമേ ഒടിയനെ കുറിച്ച് പറയുന്നുള്ളൂ. പിന്നെ ഒടിയെ കുറിച്ചിട്ട് വാമൊഴിയായിട്ട് പറഞ്ഞ കഥകളാണ് നമ്മുടെ നാട്ടിൽ മുഴുവൻ പ്രചരിച്ചിട്ടുള്ളത്. പല സ്ഥലത്തും അതുണ്ട്. അതായത് ഈ പൂച്ച ഒരു സ്ഥലത്ത് മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിട്ട് പൂച്ച നിൽക്കുന്നു. ആദ്യം മീനിന്റെ ഒരു തല കൊടുത്തു. അങ്ങനെയാണല്ലോ പണ്ട് മീൻ വെട്ടുന്ന സമയത്ത് തല കൊടുത്തപ്പോൾ പൂച്ച വന്നു. പൂച്ച വീണ്ടും കരഞ്ഞ സമയത്ത് കൊണ്ട് പൂച്ച എന്ന് പറഞ്ഞ് തട്ടുമ്പോൾ പെട്ടെന്ന് ഒരാളായിട്ട് ആരും ഇറങ്ങിപ്പോയി, പൂച്ച ഇറങ്ങിപ്പോയി. പക്ഷെ അത് ഒടിയനായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ കഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കഥകളിലൂടെയാണ് ഒടിയൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വളർന്ന് വന്നിട്ടുള്ളത്. പിന്നെ സിനിമയിൽ കാണിച്ച വിവരം കെട്ട ഏതോ ഒരുത്തരം എഴുതിയതാണ് ആ ഒടി. അത് ഒടിയനെ അല്ല, അവനാണ് ഒടി കെട്ടേണ്ടത്. സിനിമ എടുത്താണ് ഒടി കെട്ടത്. മോഹൻലാലിനല്ല ഞാൻ കുറ്റം പറഞ്ഞു. പാവം അദ്ദേഹം എഴുന്നേറ്റ് മീശയൊക്കെ പിടിച്ച് പാവം പിന്നെ ഒരു ബലിയാടായിരുന്നു മാത്രമേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ ആ ഡയറക്ടർക്ക് ഒരു വസ്തു അറിയില്ല ഒടിയനെ കുറിച്ച്. അപ്പം അത് വേറൊരു കാര്യം. പിന്നെ ഈ പിള്ളതൈലം ഉണ്ടാക്കുന്നതിന്റെ ക്രൂരതയെക്കുറിച്ച് എല്ലാറ്റിനും കുറിച്ച് ഞാൻ പറയാം. പിള്ളതൈലം ഉണ്ടാക്കുന്നതിന്റെ ക്രൂരതയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഒടിയലിൽ വരുന്ന സാധനം ഇങ്ങനെ ഒടി മറിഞ്ഞ് വരുന്ന സമയത്ത് എന്തൊഴിക്കുക, ചൂടുവെള്ളം ഒഴിച്ചാൽ മാത്രമേ മറ്റേതായിട്ട് കാടിവെള്ളത്തിന് പകരം ചൂടുവെള്ളം ഒഴിച്ചാൽ മാത്രമേ ഒടിയൽ പൂർവ്വ രൂപത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അതിൽ വേറൊരു ചോദ്യം ചോദിച്ചു പറഞ്ഞാൽ ഈ ആത്മാവ് ശരീരം എന്ന് പറയുന്ന 2 സംഭവത്തെ കുറിച്ച് പറയുകയുണ്ടായിട്ട്, ഇതിങ്ങനെ സംഭവിക്കുമോ? ആത്മാവിനെ ആരെ തോൽപ്പിക്കാൻ പറ്റുമോ? ആത്മാവിനെ തോൽപ്പിക്കാൻ ശരീരത്തിന് പറ്റുമോ? പക്ഷെ ജാതീയതയിൽ നിങ്ങൾ എടുത്തു നോക്കുക, ഇത് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മാത്രം പ്രശ്നമല്ലാതെ ഇത് സവർണതയും അവർണതയും തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെ പ്രശ്നമാണ്. ഇവർ തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രശ്നമാണ്. ആ സംഘർഷത്തിൽ ആര് വിജയിക്കുന്നു എന്നുള്ളതിന്റെ പ്രശ്നമാണ്. ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതൊരു സാമൂഹ്യപരമായിട്ട് നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യനുണ്ടായത് മുതൽ ജാതിയും ഐക്യവും ഉണ്ടായ കാലഘട്ടത്തിൽ മുതൽ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അവിടെ നിങ്ങൾ ശരീരമാണ് അവിടെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ആത്മാവല്ല. നിങ്ങളെല്ലാം പറയും ആത്മാവാണ്. ജാതിയുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കി ഒരു കറുത്ത കുട്ടിയെയും ഒരു വെളുത്ത കുട്ടിയെയും നോക്കിക്കഴിഞ്ഞാൽ വെളുത്തതിനെ മാത്രമേ ആദ്യം നോക്കുള്ളൂ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായില്ലേ? അവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ ഇവിടെ സംസാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകള്, അവള് കറുത്ത, എൻ്റെ മകള് കറുത്തിട്ടാ, എൻ്റെ മകൾ നല്ല കറുത്തിട്ടാണ് എൻ്റെ മകള്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ്റെ താവഴിയിലുള്ള കുറേ ആൾക്കാർ നല്ല സുന്ദരന്മാരായിട്ടുള്ള കറുത്ത സുന്ദരികളും സുന്ദരന്മാരുമാണ്. അപ്പോൾ അതെങ്ങനെ അപ്പോൾ അത് ജാതീയതയാണ് അതിൻ്റെ പ്രശ്നം. ഇതൊരു വെറും നിറം മാത്രമാണ്, ഒരു ശരീരത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. നമ്മളൊക്കെ എവിടെ നിന്ന് വന്നു? ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരാളാണ്. ആഫ്രിക്കയിൽ നിന്ന് വന്ന ആൾക്കാരാണ് നമ്മൾ. പല ആൾക്കാരും നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്താ നമ്മൾ ആദ്യം എല്ലാം കൂടി ആലോചിച്ച് നോക്കുക. 25 ലക്ഷം വർഷം മുമ്പ് എത്യോപ്യയിൽ നിന്ന് കിട്ടിയ ഒരു ഫോസിൽ ആണ് ലൂസി എന്ന് പറയുന്ന സ്ത്രീയുടെ ഫോസിൽ. ആ ഫോസിൽ നിന്നാണ് നമ്മൾ പറയുന്നത് അതാണ് ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യ സ്ത്രീയുടെ ഫോസിൽ 25 ലക്ഷം വർഷം മുമ്പ്. അതിനു മുമ്പ് 75 ലക്ഷം വർഷം മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു എന്നുള്ള പുതിയ കണ്ടുപിടുത്തം വന്നിട്ടുണ്ട്. പക്ഷെ അത് പോയിട്ട് പക്ഷെ മനുഷ്യ രൂപത്തിലുണ്ടായിരുന്നത് സൂസി ആണ്. സൂസിയുടെ മക്കളല്ലേ നമ്മളല്ല? സൂസി കറുത്തിട്ടായിരുന്നില്ലേ? അപ്പൊ എന്താണ് ഇതിന്റെ പ്രശ്നം? ഇത് വെറും തൊലിയുടെ പ്രശ്നം മാത്രമാണ്. ഈ തൊലിയുടെ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും ഈ തൊലിയുടെ പ്രശ്നത്തെ ജാതീയതയിലേക്ക് കൂട്ടിക്കലർത്തുകയും മതത്തിലേക്ക് കൂട്ടിക്കലർത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ എപ്പോ നോക്കിക്കഴിഞ്ഞാലും ഇത് എന്തിൻ്റെതാണ്? ഇത് ആത്മാവിനെ എപ്പോഴും ഇവിടെ ആര് തോൽപ്പിക്കുന്നു? ശരീരം തോൽപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ചെച്ചോറിനൊഴികെ ആ നോവലിലെ എല്ലാ ആൾക്കാരും ഈ പറയുന്ന പാർവതി വരുമ്പോ പാർവതി ജഡമാണ് പാർവതി, വെളുത്ത ഒരു ജഡം. പക്ഷെ ആ ജഡത്തിന്റെ അകത്തേക്ക് ആണ് ഈ പറയുന്ന ചിത്രശെൽവിയുടെ ആത്മാവിനെ കയറ്റി വിടുന്നത്. അപ്പൊ നമ്മൾ വന്നു നോക്കുമ്പോൾ അവിടെ ചിത്രശെൽവിയാണ് അവിടെ വരുന്നത്.
സ്വാഭാവികമായിട്ടും ഈ ആത്മാവിന് ആര് കീഴടങ്ങപ്പെടണം? യഥാർത്ഥത്തിൽ ഈ ശരീരം കീഴടങ്ങപ്പെടണം അല്ലേ? അവ കീഴടങ്ങണം. അതാണ് അവിടെ സംഭവിക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ സമൂഹം മുഴുവൻ, ഈ അടിമത്തത്തിൽ ആണ്ടുകിടക്കുന്ന ഈ സമൂഹം മുഴുവൻ, തെച്ചോറിനൊഴികെ എല്ലാവരും തന്നെ അവൾ വരുമ്പോൾ എഴുന്നേൽക്കുകയാണ്. അവൾക്ക് അവിടുത്തെ ഏറ്റവും നല്ല പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുകയാണ്. അവൾ പൊയ്കയിൽ കുളിക്കുന്ന സമയത്ത് ആ കുളക്കടവിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് കരയിൽ നിൽക്കുകയാണ്. അവൾ കുളിക്കുമ്പോൾ ആരും ആ പൊയ്കയിലേക്ക് ഇറങ്ങുന്നില്ല. ബഹുമാനിച്ച് 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 ലാളിച്ച് 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 എന്താക്കി മാറ്റുന്നു? ഈ ആത്മാവിനെ എന്താക്കി കൊടുക്കുന്നു? ഈ വെളുത്ത ജഡശരീരത്തിലെത്ത് വിട്ടുകൊടുക്കുകയാണ്. ഈ ജഡശരീരം എന്തിനെ? ഈ ആത്മാവിനെ ആവാഹിച്ച് എന്താക്കി മാറ്റുന്നു? ആ സവർണതയിലേക്ക് ചേർക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മളിപ്പോ ഞാൻ ഇന്നലെ ഇപ്പോ ഈ മറ്റേ ഗബ്രിയേൽ താർഡേ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ്. ആ ഫ്രഞ്ച് ഫിലോസഫർ അദ്ദേഹം ഈ സമൂഹ സമ്പർക്കത്തെക്കുറിച്ച് പഠിച്ച ഒരാളാണ്. ഈ സമൂഹ സമ്പർക്കത്തെക്കുറിച്ച് പഠിച്ച അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സവർണന്മാരുമായിട്ട് അവർണന്മാർ എന്ത് ചെയ്യുന്നു? സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ സവർണന്മാരുടെ സ്വഭാവവും രീതികളും പിന്നെ ചിന്തകളും ഒക്കെ ആര് ഏറ്റെടുക്കും? ഈ അവർണന്മാർ ഏറ്റെടുക്കുന്നുള്ളതാണ്. അതേസമയത്ത് അതേപോലെ അത് ഇങ്ങോട്ടും വേണ്ടേ? പക്ഷെ അത് ഇങ്ങോട്ടില്ല, അത് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. അതിനെ അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീട്ടിൽ ഒരു സവർണന്റെ ഒരു സമ്പന്നനായ വീട്ടിൽ ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ, ആ ഡ്രൈവർ കുറച്ച് കഴിയുമ്പോഴേക്ക് ആ ഡ്രൈവറുടെ സ്വഭാവം ആ സവർണരായ വീട്ടുകാരുടെ സ്വഭാവമായിട്ട് മാറും. ആ സ്വഭാവം ആ വീട്ടിൽ അവൻ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഈ അവന്റെ വീട്ടിലും അവന്റെ കുട്ടികളിലും അവന്റെ കുടുംബത്തിലും അവന്റെ പരമ്പരയിലും അവൻ എന്ത് കലർത്താൻ നോക്കും? ഈ സംഭവം കലർത്താൻ വേണ്ടി നോക്കും എന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അവർണന്റെ ഒരു സംഭവം പോലും ആരെടുക്കില്ല എന്നുള്ളതാണ്. ഈ സവർണ എടുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ ജാതീയത ഉണ്ടാക്കി കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ തന്നെ കുനിഞ്ഞു നിന്ന് കൊടുത്തിട്ടാണ് ഈ ജാതീയത ഇത്ര ശക്തമാക്കി മാറ്റിയിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദി പലപ്പോഴും പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു പരിധിവരെ നമ്മളാണ് എന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥയിൽ ഈ സംഭവം കൊണ്ടുവരുന്നത്. അത് അങ്ങനെ ഒരു സാധനം. പിന്നെ ലോഹി സാറ് പറഞ്ഞ പോലെ അദ്വൈതം എന്ന് പറയുന്ന ഒരു സംഭവം അദ്വൈതത്തിലേക്ക് മാറുകയാണോ? അതായത് പരമായ പ്രവേശം ഒക്കെ തന്നെയും നമ്മുടെ ഒരു ആത്മീയത ആണ് ശരി എന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. അങ്ങനത്തെ ഒരു പരകായ പ്രവേശം അല്ല ഇതിലേക്ക് ഇതാക്കുന്നത്. അതായത് പരവായ പ്രവേശത്തിന്റെ ആത്മീയതയൊന്നും അല്ല ഞാൻ എടുക്കുന്നത്, അതിന്റെ മാന്ത്രികത മാത്രമാണ് ഞാനെടുത്ത് അതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ തെച്ചോറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് തെച്ചോരൻ എന്ന് പറയുന്ന, നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന വൈദ്യന്മാരൊന്നും നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ അവിടുത്തെ മൂസത് ഇവിടുത്തെ മൂസത് മറ്റേത് മറിച്ച് കുറെ ആളെ പേര് പറയണില്ല ഞാൻ. അഷ്ടവൈദ്യന്മാരെ അധികവും ബ്രാഹ്മണന്മാരായിരുന്നു അല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കുന്നത്, പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ ഈഴവ സമുദായത്തിന്റെ അകത്തൊക്കെ ഭീകരന്മാരെന്നല്ല, അതിഭീഷണാശാലികളായ എന്തുണ്ടായിരുന്നു? ഇതുണ്ടായിരുന്നു, ഈ വൈദ്യന്മാരുണ്ടായിരുന്നു അല്ലേ? ഞങ്ങളെ നാട്ടിൽ മലയ സമുദായമുണ്ട്, തെയ്യം കിട്ടുന്ന ആൾക്കാർ. അപ്പോൾ മലയ സമുദായത്തിനകത്ത് അവർ ഭയങ്കര വൈദ്യക്കാരായിരുന്നു. അവർ പ്രത്യേകിച്ച് ബാലവൈദ്യത്തിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്ന സംഭവം, അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അവരുടെ വൈദ്യവും സാധനങ്ങളും ഒക്കെ തന്നെ ആര് പിടിച്ചെടുത്തു? പിന്നീട് ബ്രാഹ്മണന്മാർ പിടിച്ചെടുത്തു എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ എന്നിട്ട് അവരെ എന്ത് ചെയ്തു? അവരുടെ ചവിട്ടി അമർത്തുകയും ഇവരും അതിന്റെ മുകളിൽ ഇതിന്റെയൊക്കെ അപ്പോസ്റ്റൽമാരായിട്ട് വളർന്നു വരികയും ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മീയത എന്ന് പറയുന്നതൊക്കെ എന്താണ്? ആത്മീയത ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനല്ലേ ഏറ്റവും വലിയ ആത്മീയത ഉണ്ടായത്. അതേ വികടനവനായിരുന്നില്ല, അയാൾ ബ്രാഹ്മണനായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഈ തെച്ചോരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എല്ലാം അറിയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ നേരത്തെ അവിടെ വേറെ ചോദ്യം ചോദിച്ചു, കാരണം ഇത് പെട്ടെന്ന് നിർത്തിയ പോലെ തോന്നുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ കുറച്ചേ പറയാൻ വേണ്ടി പാടുള്ളൂ, കൂടുതൽ പറയാൻ പാടില്ല. എന്തിനാ കൂടുതൽ പറയുന്നത്? കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താവും? നമുക്ക് ആകെ ഗ്യാസ് ഒക്കെ പിടിച്ചിട്ട് വേണ്ടത് ആസ്വദിക്കാനുള്ള തലങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. തെച്ചോറിന് അപ്പൊ എനിക്ക് ഉത്തരവില്ല. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എവിടുന്നാണ് ഈ തെച്ചോറിന് ഇതൊക്കെ പഠിച്ചത്? ഇയാൾ എങ്ങനെ ഈ ഒടി എവിടുന്ന് പഠിച്ചു? അതിന് ഉത്തരം നമ്മൾ കൊടുക്കരുത്. അത് എവിടുന്ന് പോയിട്ട് ഇന്ന ആളെ പോയി കണ്ടു, ഇന്ന് അവൻ്റെ അടുത്ത് പോയി, അന്ന് അവനെ കണ്ടിട്ട് അവൻ്റെ അടുത്ത് അത് പഠിച്ചു പറഞ്ഞാൽ അതിൻ്റെ ആ നിഗൂഢതയും
അതിൻ്റെ ആ സംഭവങ്ങളൊക്കെ പോയി. നിങ്ങൾ എന്താണോ കണ്ടത് പോയി. ഒരു പ്രേതത്തെ നിങ്ങൾ ഡെയിലി ഇതിലൂടെ ഒരു പ്രേതം നടന്നു പോകും, എന്ത് വിലയുണ്ടാവും നിങ്ങൾക്ക് ആ പ്രേതത്തിന്? അപ്പൊ ആരെങ്കിലും പറയണം ഒരു പ്രേതം ഇതിൽ നടന്നു പോകുന്നതായിട്ട് ഞാൻ കണ്ടു, ഇന്നലെ ശബ്ദമായിട്ടും രൂപമായിട്ടും അല്ലെങ്കിൽ വേറെന്തെങ്കിലുമായിട്ട് നിങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു നിഗൂഢതയും പേടിയുണ്ടാവും. അല്ലാതെ ഡെയിലി രാവിലെ പ്രേതം കയറിയിട്ട് ഇവിടുന്ന് ഓട്ടോറിക്ഷയിൽ പോകുന്നുണ്ടെങ്കിൽ ആ പ്രേതത്തിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും പേടി ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ നോവലിലും നമ്മുടെ എല്ലാം ധ്വനിപ്പിക്കുകയുള്ളൂ, എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി പാടില്ല. അപ്പൊ ഞാനും ഇങ്ങനെ ആലോചിച്ചു, ഇത് എച്ചോറിന് ഇത് എവിടുന്ന് പഠിച്ചു എന്നുള്ളൊരു സാധനം കൊടുക്കണം, നമ്മളത് അത് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എനിക്കും അറിയില്ല. എന്റെ ക്യാരക്ടേഴ്സ് ഒരിക്കലും എന്റെ കയ്യിലല്ല. ക്യാരക്ടേഴ്സ് എവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ കൂടെ ഞാൻ ഓടിപ്പാടി നടന്ന് അവരുടെ കഥകൾ എഴുതി നോട്ടിൽ എഴുതി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്യാരക്ടേഴ്സ് നമ്മളെയൊക്കെ കട്ട് ചെയ്ത് പോകും, നമുക്ക് കരച്ചിൽ വരും ചില സ്ഥലത്ത്. തച്ചോറൻ ചാണകമായിരുന്ന രാത്രി ഞാൻ ഇരുന്ന് കരഞ്ഞു. അപ്പൊ അത്രമാത്രം ഫീൽ ചെയ്തിട്ട് നമ്മളത് എഴുതുന്നത്. പിന്നെ വെള്ളാങ്കരിക്ക് അടി കൊള്ളുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് ഈ പാവത്തിനെ എങ്ങനെയൊക്കെ ഒന്ന് രക്ഷിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഹൈദരാലിയോട് തന്നെ പറഞ്ഞു, എന്തിനാണ് നീ അതിനിങ്ങനെ തല്ലുന്നത്? പക്ഷെ ഹൈദരാലി ഒരിക്കലും സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇത് പറഞ്ഞല്ലോ, നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല. ആ ക്യാരക്ടറിന് അത് അങ്ങനെ നമ്മൾ അതിന്റെ ട്രാപ്പിലാവും പലപ്പോഴും. റൈറ്റിംഗ് അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ട് അത് റൈറ്റിങ്ങിൽ. അപ്പൊ നമ്മൾ അത്രമാത്രം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ എഴുതുന്നതിന്റെ 10-21 ദസ്തോവ്സ്കി തന്നെ പറഞ്ഞാണ്, ഒരു 100% നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴാണ് 10% നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അത് പിന്നെ ഇവിടുത്തെ ടീച്ചർ ചോദ്യം എന്താ പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ആ പല കാര്യങ്ങളും എവിടുന്ന് ചച്ചോര പഠിച്ചു ചോദിക്കുമ്പോൾ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അയാൾ എവിടെ പോയിട്ടുണ്ടായിരുന്നു? അയാള് കഞ്ചാവ് കൃഷി ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു സായിപ്പിനെ പരിചയപ്പെടുന്നു, ബ്ലാക്ക് മാജിക് അറിയുന്ന ഒരു സായിപ്പിനെ പരിചയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അയാളും കൂടെ പോയിട്ട് പഠിച്ചതാവാം. പിന്നെ അയാൾ എവിടെ പോയിട്ടുണ്ട്? തിബത്തിൽ പോയിട്ടുണ്ട്. തിബത്തിൽ ഭയങ്കരമായിട്ട് ഈ ബ്ലാക്ക് മാജിക്കും പരകായ പ്രവേശമൊക്കെ ഉള്ള ഒരു ഭയങ്കരമായ പാരമ്പര്യം തിബത്തിലുണ്ട്. ആ തിബത്തിൽ നിന്ന് പഠിച്ചതാണെങ്കിലും അത് നമുക്കറിയില്ല. അത് നമ്മൾ ഒറ്റ വാക്കിന് മാത്രമേ കൊടുത്തു. തിബത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. തിബത്തിലെ പോയിട്ട് ഇദ്ദേഹം ഈ സംഭവം ഈ യുവന്മാരുടെ ഇടയിൽ. അപ്പൊ നിങ്ങൾ വായിച്ചെടുക്കണം, വായനക്കാർ വായിച്ചെടുക്കണം. ഈ പറയുന്ന ബ്ലാക്ക് മാജിക് വായിച്ച ഒരു സായിപ്പിന്റെ കൂടെ പോയിട്ട് ഇയാൾ തിബത്തിൽ പോയിട്ട് ഇതുപോലെ ആരെയോ കണ്ടതിന് ശേഷം അയാൾ എന്ത് പഠിച്ചു? അത് നിങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് അല്ലേ? നേരത്തെ നിമിഷ പറഞ്ഞ പോലെ ഇത് അതവിടെ ഞാൻ അത് ഈ RDOന്റെ കാര്യമാണ്. ഈ RDOന്റെ കാര്യം വരുമ്പോൾ RDO ഞാൻ കൊണ്ടുവന്നു. കാരണം എന്തായാലും അവിടെ ഇൻക്വസ്റ്റ് നടത്തുമ്പോഴും പിന്നെ ഈ സാധനത്തിലൊക്കെ RDO വേണം ഈ മറ്റേ ജയിലിൽ. അപ്പോൾ RDO എന്ന് പറഞ്ഞ ഒരു IAS റാങ്ക് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, IASനോട് അടുത്തുള്ള ഒരു ഉദ്യോഗസ്ഥനാണല്ലോ RDO. അപ്പൊ ഈ RDO ആണ് ഇവരുടെ കൂടെ വരുന്നത്. ശിവദാസേട്ടൻ കഥ പറയും, ശിവദാസേട്ടൻ കഥ പറയാം. സുകേശൻ നായർ പിന്നെ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ഇത് കൊടുക്കുന്നു, FIR കൊടുക്കുന്നു. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഇയാൾ എന്തിനാണ് വരുന്നത്? ഇയാൾ അവിടുന്ന് കെട്ടിയിട്ട് ഈ IAS ഓഫീസർ അവിടുന്ന് ലീവ് കൊടുത്തിട്ട് കഥ കേൾക്കാൻ വേണ്ടി വരുമോ? ഒരു പട്ടണുണ്ട് അയാൾ. അപ്പൊ എനിക്ക് ഇയാളെ കുറിച്ച് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇത് എന്താണ്, ഇയാൾ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് കഥ പറഞ്ഞു കൊണ്ടുപോകാൻ ഒരാൾ വേണം. അങ്ങനെ ഞാൻ ഈ RD അവസാനം ഇതേപോലെ തന്നെ കഥയും കേട്ടിട്ട് 2 ബ്രാൻഡി അടിച്ചിട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പറയും, അത് അയാൾ വെറുതെ കഥ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുത്തനെ ഇവിടുന്ന് വലിച്ചു കൊണ്ടുവന്നാണ്, എന്തിനാ RDO അതിന്റെ ആവശ്യം എന്ന് പറയും. ഇത് എന്റെ മനസ്സിൽ ഭയങ്കര പ്രശ്നം. പ്രേക്ഷകർ എന്ത് ചിന്തിക്കല്ല, വായനക്കാരെങ്ങനെ ചിന്തിക്കുന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ട് എഴുതുമ്പോൾ. ഇങ്ങനെ പോയി അതിന്റെ 34ാമത്തെ അധ്യായം എഴുതുമ്പോഴാണ് ഈ ആള് ചെറിയ ആളല്ല, എന്തോ ഒരു നിഗൂഢത ഇയാളുടെ അകത്തുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, എന്തിനാണ് ഇയാൾ കുറെ ദിവസമായിട്ട് എൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് എനിക്ക് ആ സാധനം കിട്ടിയത്, ലാസ്റ്റ് ആ സംഭവം കിട്ടിയത്. അതിലാണ് ആ കഥ നിർത്തേണ്ടത്. അതുകൊണ്ടാണ് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കഥ പൂർണ്ണമായി പോകും. എനിക്കും അറിയില്ല ആരാണ്, ചിലപ്പോൾ ഞാൻ തന്നെയാണ് തെച്ചോരൻ എന്ന് പറയുന്ന ഒരു അവസരം ഞാൻ എങ്ങനെ വിചാരിച്ചത്? വായിച്ചു കറിയുന്ന ആൾക്കാരെ വിചാരിക്കണം ഈ വായനക്കാരൻ തന്നെയാണോ തെച്ചോരൻ. ഞാൻ എവിടെ നിന്നൊന്നും എനിക്കറിയില്ലല്ലോ. എൻ്റെ അമ്മ പറഞ്ഞു നിന്നെ പ്രസവിച്ചു, ശരി, ഓക്കെ, അത് ശരി. പക്ഷെ നിന്റെ അകത്ത് കിടക്കുന്ന ആത്മാവ് ആരത് അറിയില്ല, എനിക്കൊരിക്കലും അറിയില്ല. പിന്നെ ആത്മീയത എന്നോട് പറഞ്ഞ ഇതൊക്കെ ഒരാൾ എന്തോ ഒരു വിമർശനം ചെയ്താണ്, ഒരു അന്ധവിശ്വാസം വരുന്നുണ്ട്. ഈ ഒടിയൊക്കെ അന്ധവിശ്വാസം. എൻ്റെ ഒടി അന്ധവിശ്വാസത്തിന്റെ ഒടിയല്ല. തെച്ചോറിന് ഒരിക്കലും ഇത് എന്തായിട്ട് കിട്ടുന്നില്ല. ഇത് ഒരിക്കലും ആഭിചാര ക്രിയയായിട്ട് തെച്ചോരൻ കാണുന്നില്ല.
ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതീയതക്കെതിരെയുള്ള ഒരു 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 പോരാട്ടത്തിന്റെ നേരത്തെ ഇവിടുന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പോരാട്ട വീര്യത്തെ ഈ മിത്തുകളിൽ നിന്ന് അദ്ദേഹം അല്ലെങ്കിൽ പഴയ പാരമ്പര്യ വിദ്യകളിൽ നിന്ന് അദ്ദേഹം ആവാഹിച്ച് ഇങ്ങോട്ട് എടുക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒടി. ഇതൊരു രാഷ്ട്രീയമാണ് ഒടി, അല്ലേ? ഖാദി എന്ന് പറഞ്ഞൊരു സാധനം ഒരു കാലത്ത് എല്ലാവർക്കും ഡ്രസ്സാണ്. ഇപ്പൊ അത് ഡ്രസ്സാണ്. പണ്ടതെന്താണ്? പണ്ട് അത് ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു രാഷ്ട്രീയമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ഖാദി എന്ന് പറയുന്നത് ഒരു സമരമാർഗമാണ്, അതുപോലെ തന്നെ ഒരു പ്രതിരോധമാണ്, അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ആൾക്കാർക്ക് എന്തായി? കഴിഞ്ഞ മാസം മുതൽ അതിന്റെ ഇത് കൂടി, പ്രചരണം കൂടി, എല്ലാം ആദ്യമായിട്ട് കിടക്കും. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാധനം അല്ലേ? അപ്പൊ ഇങ്ങനെ പോകുന്നു. അതിനെ വേറെ രീതിയിലാണ് പുതിയ കാലത്ത് അതിനെ കച്ചവടവൽക്കരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സംഭവം. അപ്പൊ ഇങ്ങനെ പോകുന്നു. പിന്നെ ടീച്ചർ പറഞ്ഞില്ലേ, ഇതിലെന്തിനാണ് ഇത്രയും ക്രൂരമായിട്ട്, അതായത് അതിൽ പിള്ളതൈലം ഉണ്ടാക്കുന്നത് അതി ക്രൂരമായിട്ടാണ്. അപ്പൊ പിന്നെ ബലാത്സംഗത്തിന്റെ കാര്യം പറഞ്ഞു. ബലാത്സംഗത്തിനോട് പറഞ്ഞു എന്തൊരു റേപ്പാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു റേപ്പ് ചെയ്താൽ മാത്രമേ മഹറായിട്ട് തല വേണമെന്ന് പറയാൻ വേണ്ടി പറ്റൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ ആ സാധനത്തിന് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. ആളുകൾ ഇങ്ങനെ എന്തോ ചെറുതൊരു സംഭവം ചെയ്ത് പിന്നെ അവർക്ക് തല വേണം അത്രയെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയല്ല, ഇത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട ഒരാൾ, ഒറ്റപ്പെടുത്തിയ ഒരാൾക്ക്, ജാതിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക്, അലഞ്ഞ് തിരിഞ്ഞിട്ട് തമ്പിപ്പുല ഒരിടത്തേക്ക് പോണ്ടി വന്ന ഒരാൾക്ക് അന്ന് തന്നെ അവൾ ജാതിയൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇതിന്റെ കാര്യങ്ങളൊക്കെ, ഇതിന്റെ പൊള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അവള് ഇത് ചെയ്യുന്നത്. മറ്റേ ഇവനെ ഹൈദരാലിനെ പ്രണയിക്കുന്ന സമയത്തും പോകുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കുറെ കണ്ടീഷൻസ് ഉണ്ട്, അത് അവൻ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ അവനെ കെട്ടൂ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവനോട് അവസാനം പറയുന്നത്, അവളുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് ആകുമ്പോഴും അവന് ആ സ്നേഹം പോകുന്നില്ല എന്നുള്ളതാണ്. അവസാനമാണ് അവിടെ നിന്ന് അവൻ പറഞ്ഞത്, മഹറായിട്ട് നീ എനിക്ക് എന്ത് തരും എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തല എനിക്ക് വേണം എന്ന് പറയണമെങ്കിൽ അത്രമാത്രം അവൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കണം. അങ്ങനത്തെ ഒരാൾ മാത്രമേ തല ചോദിക്കൂ. എന്നിട്ട് ആ തലയെ അവൾ പാഠം പഠിപ്പിച്ചു കൊടുത്തു. ആ തലയെ അവൾ നെല്ലിമരമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പിള്ളതൈലം ഉണ്ടാക്കുക, എല്ലാവരും ആ കുട്ടീനെ എങ്ങനെ പിള്ളതൈലം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറയേണ്ട കാര്യമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പിള്ള എന്ന് പറയുന്ന ഈ ഭ്രൂണം ഒരിക്കലും ഒരു മനുഷ്യന്റെ ഭ്രൂണമായിട്ട് നിങ്ങൾ കാണരുത്. അത് ജാതിയാണ്. ആ ജാതിയെയാണ് കഷ്ണമായിട്ട് വെട്ടി മുറിച്ചു ഉരുക്കി അതിന്റെ വെള്ളം എടുത്തിട്ട് അതിൽ യോഗഭസ്മം കലക്കുന്നത്. അപ്പൊ ഈ കുട്ടിയെ വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജാതീയതയെ തകർക്കുന്നതിന്റെ ഒരു ത്രില്ല് ആരനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്, ഈ തച്ചുകാരൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനെ ആ രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും, അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്കത് എഴുതാൻ പറ്റില്ല, എനിക്കൊരിക്കലും എഴുതാൻ പറ്റില്ല. ആ സീൻ എഴുതിയിട്ട് ഇതേപോലെ തന്നെ ഞാൻ ഇത്രയും ദിവസം പേടിച്ചിട്ട് പകുതി എഴുതിയിട്ട് രാത്രി 12 മണിക്കെല്ലാം എഴുതുമ്പോൾ ബാക്കിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു ശരിക്കും. എന്നിട്ട് പോയിട്ട് ഞാൻ സൈഡിൽ പോയി കിടന്നിട്ടുണ്ട് അവിടെ. അപ്പൊ നമുക്ക് പേടി തോന്നും. അപ്പൊ അത്രയും ഉൾക്കൊണ്ടത് എഴുതുന്നത്. അപ്പൊ അത് എഴുതുമ്പോൾ എനിക്കൊരു ഇത് ഭയങ്കരമായി ക്രൂരമാണ്. പക്ഷെ അത് ക്രൂരമാണ്. എന്താണ്? ആ ജാതി അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കളയണം എന്നുള്ളതാണ്. അത്രമാത്രം ഭീകരമായിട്ടാണ് ഞാൻ ആ ജാതിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ സാധനം നമ്മൾ എഴുതി പോകുന്നതിൻ്റെ ഒരു കാര്യം. പിന്നെ അയ്യങ്കാളി നാടകം കണ്ടിട്ടാണ് മറ്റേ താഴമ്പോ അത് മാറുന്നത്. അയ്യങ്കാളി നാടകം കണ്ടിട്ടാണ്. പിന്നെ ആ പുസ്തകങ്ങളൊക്കെ കൊണ്ടുകൊടുക്കുന്ന ആള് മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷാണ്. പഴയ കഥാകൃത്ത് മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ് അവിടെ ഈ മറ്റേ ഇതും നാടകവും അതുപോലെ ഈ പറയുന്ന പോലെ ഇതേപോലെ ഗ്രന്ഥശാലകളുമായിട്ട് ഭയങ്കരമായിട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. അപ്പൊ അതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് ആത്യന്തികമായിട്ട് ഇത് ഈ നേരത്തെ മിസ്റ്റർ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ഇത് പല രീതിയിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതൊരു രാഷ്ട്രീയ നോവലാണോ? ആ രാഷ്ട്രീയ നോവലാണ്. ഇതൊരു മാന്ത്രിക നോവലാണ്. ഇതൊരു അപസർപ്പക നോവലാണ്. ഇതൊരു കുറ്റാന്വേഷണ കഥയാണ്. അതേസമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിലും വായിക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ ഇത്തരത്തിലൊരു ഫോമിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഇത്തരത്തിലൊരു മാന്ത്രിക കഥ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഐതിഹ്യമാലയും അതുപോലെ തന്നെ വിക്രമാദിത്യൻ കഥകളും മഹാഭാരതവും ഒക്കെ തന്നെയാണ് നമ്മുടെ മുമ്പുള്ളത്.
ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് കെട്ടിക്കണക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അതിനേക്കാളും വലിയ മാജിക്കൽ റിയലിസമാണ് നിങ്ങൾ മഹാഭാരതം മഹാഭാരതത്തിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള മാജിക്കൽ റിയലിസം ഒന്നും ഇവിടെ ലാറ്റിൻ അമേരിക്കയിൽ ആരും എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഫോം തന്നെ അതിന് വേണം. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങളെ ഞാൻ ഇങ്ങനെ കൊണ്ട് സ്വാംശീകരിക്കുകയും അതേസമയം തന്നെ ഇത് റിയലിസ്റ്റിക് ആണോ, ഇത് യാഥാർത്ഥ്യമാണോ, സ്വപ്നമാണോ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ അത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ നാഗ്ജി ട്രോഫിക്ക് പോകുമ്പോൾ എന്ത് വരുന്നത്, അവിടെ MT വാസുദേവൻ നായർ തിക്കോടിയും കയറി വരുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇതെന്താണ്, ഇവന്റെ വീട്ടിലാണ് ഒരു മനുഷ്യൻ പോത്തായിട്ട് കിടന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് മനുഷ്യനെ പോത്താക്കുക എന്നുള്ളതാണ് അധികാരത്തിന്റെ ഏറ്റവും വലിയ. നീ വെറും പോത്താണ്, നിന്റെ ചെവിയിൽ എന്ത് ഓതിയിട്ടും കാര്യമില്ല, നീ വെറും പോത്താണ് മനുഷ്യനെ പോത്താക്കുക എന്നുള്ളതാണ് അധികാരത്തിന്റെ വേറൊരു രീതി. അപ്പൊ നമ്മൾ ചോദിക്കും, ആ ഹൈദരാലി എന്താണ് ഇത്രയും ഒരു വൈരുദ്ധ്യാത്മകമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എത്ര മനുഷ്യന്മാരുണ്ട്? അപ്പോൾ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് അവതരിപ്പിക്കേണ്ടത്. അല്ലാതെ മാർക്സിസത്തിലെ പോലെ ഈ പറയുന്ന പോലെ തെറ്റി ശരി എന്നുള്ളത് മാർക്സിസം ചിന്താഗതിയിലാണുള്ളത്. മനുഷ്യൻ എന്ത് തെറ്റി ശരി? നമ്മൾ പലപ്പോഴും ഭയങ്കര സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. സീരിയൽ കില്ലേഴ്സിന്റെ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നന്മയുടെ വലിയ ഉറവിടം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപക്ഷെ അത് അമ്മയുടെ അടുത്ത്, അല്ലെങ്കിൽ അവരുടെ ഭാര്യയുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അടുത്ത്, അല്ലെങ്കിൽ അയാൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഈ നന്മയുടെ വലിയ ഉറവിടമുണ്ട്. ആ ഉറവിടം എന്തുകൊണ്ട് അവിടെ മാത്രം ഘനീഭവിച്ചു പോയി എന്നുള്ളത് ഒരു ആലോചന നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അത് ഘനീഭവിക്കാനുള്ള കാരണം സമൂഹം അവന് നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളിലകത്ത് അവൻ അങ്ങനെ ഘനീഭവിച്ചു പോയ ആൾക്കാരാണ് ഈ സീരിയൽ കില്ലേഴ്സ് ആയിട്ട് മാറുന്നത്. നമ്മളുടെ അകത്തുനിന്ന് അത് ഉറവ് പൊട്ടി എല്ലാ സ്ഥലത്തേക്കും ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കത് പൊട്ടി ഒഴുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒരാളെയും എനിക്ക് ഈ ലോകത്ത് തെറ്റുകാരനാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബഷീർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കള്ളനും ഒരു ഉറുപ്പ് കൊടുക്കും, പ്രോസ്റ്റിറ്റ്യൂട്ടിന് ഒരു ഉറുപ്പ് കൊടുക്കും, ഫിലോസഫർക്ക് ഒരു കൊടുക്കും, എഴുത്തുകാരന് ഒരു ഉറുപ്പ് കൊടുക്കും, എല്ലാവർക്കും ഒരു ഉറുപ്പ് കൊടുക്കും. അപ്പൊ ഇതാണ് എഴുത്തുകാരുടെ സാധനം. അപ്പൊ നമ്മൾ ക്യാരക്ടേഴ്സിന്റെ അകത്തേക്ക് പോകുമ്പോൾ അപ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഞാൻ പറയുന്ന പോലെ നീ പറയുന്ന പോലെ ഒന്ന് ചെയ്യുന്നത് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ക്യാരക്ടേഴ്സ് പറയുന്നത് ക്യാരക്ടേഴ്സിന്റെ അടിമകളാണ് യഥാർത്ഥത്തിൽ ആര്? എഴുത്തുകാരൻ. അപ്പൊ ഈ രീതിയിൽ എഴുതപ്പെട്ടത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ പറയുന്ന പോലെ വലിയ ഉപാധികളൊന്നും ഇല്ലാതെ, ശരി തെറ്റുകളുടെ ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ നോവൽ ഒരു സാധാരണ കഥയായിട്ട് വായിച്ചു പോകാൻ വേണ്ടി പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ച, എൻ്റെ നോവലിന് വേണ്ടി ഈ ദിവസങ്ങൾ അത്രയും വായന കൊണ്ട് എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും, ഈ ലൈബ്രറി അംഗങ്ങൾക്കും ലൈബ്രറിക്കും ഈ നാടിനും എല്ലാവർക്കും തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.